ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചില ആളുകൾക്കുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ ലൈവ് ഇട്ടോ. അപ്പം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താ സംഭവം എന്നുള്ളതാണ് പറഞ്ഞു തരാം. പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്ത് അങ്ങോട്ട് എത്തിച്ചേക്കിട്ട് പുതിയ ഒരു അപ്ഡേറ്റാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എവിടെയാണ് ഞാൻ നിൽക്കുന്നവരോ ഏകദേശം ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എവിടെയാണ്. ഈ ബ്ലോക്ക് ഏതായാലും തീരണമെന്നുണ്ടെങ്കിൽ അടുത്ത കാലത്തൊന്നും തീരൂല, ഈ പണി തീരാണ്ട് കണ്ടോ. എവിടെ ഞാൻ നിൽക്കുന്നത് മനസ്സിലായോ? നമ്മളെ കൂരിയാട് ദേശീയപാത തകർന്ന ശേഷം ഇതാ നമ്മുടെ പാലത്തിൻ്റെ പണി കണ്ടോ. പാലത്തിൻ്റെ പണിയാണ്. അപ്പോൾ ഏകദേശം പണി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ആ തലയ്ക്കുന്ന ഇങ്ങോട്ടേക്ക് ഫില്ലറൊക്കെ വെച്ച് ഏകദേശം സെറ്റായി ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ. KNRC ഭയങ്കര സ്പീഡായിട്ട് തന്നെയാണ് പണി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് കണ്ടില്ല നിങ്ങൾ, ഇതൊക്കെ ഫില്ലറിന്റെ ഒരു ഭാഗമായിട്ടുള്ള അടിയിൽ നിന്ന് നെറ്റൊക്കെ ഇട്ട് കെട്ടിപ്പൊക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തലയ്ക്ക് പോകാനേ കുറച്ച് ലോങ് ആണ്, അങ്ങോട്ട് നടന്നു പോകണം. അപ്പോൾ അതിന് പരിമിതികളുണ്ട്. എങ്കിലും നമുക്കൊന്ന് പോയി നോക്കാം. കുറച്ചെന്നത് ഫുൾ ബ്ലോക്കാണ് ഇവിടെ. ഫുൾ വൈകുന്നേരം സമയമായിട്ടുണ്ടെങ്കിൽ ഇവിടെ മണിക്കൂർ കണക്കിനാണ് ബ്ലോക്കില്ലേ. ഏതായാലും ഈ ബ്ലോക്കിനൊക്കെ ഉള്ളൊരു പരിഹാരം ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് വെച്ചാൽ കുറച്ച് കാലത്തിനുള്ളിൽ ഉണ്ടാവും. പണി സ്പീഡാകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ബ്ലോക്ക് കുറവാണ്. വൈകുന്നേരം ഈ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പോകുമ്പോഴുള്ള ബ്ലോക്ക് പെട്ട ആളുകൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പം നിലവിൽ അപ്പുറത്ത് നിങ്ങൾ നോക്കുമ്പോഴേ കണ്ടോ, ഇതാണ്ട് നിങ്ങള് പില്ലറിന്റെ പണിയാണ്. ഇതിന്റെ അതേപോലെ തന്നെ അവിടെ നെറ്റിന്റെ പണിയാണ് നിങ്ങൾ നേരത്തെ അവിടെ കണ്ടത്. അവിടെ ഫില്ലർ വരാനുള്ളതാണ്. ഫില്ലർ വരാനുള്ള ഭാഗമാണ് നിങ്ങൾ കണ്ടത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ കണ്ടോ. വണ്ടിക്കാരൊക്കെ ഫുള്ള് ബ്ലോക്ക് പെട്ട് ഒരുപാട് സമയം ഇവിടെ ബ്ലോക്ക് ഇങ്ങനെ വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാവലുണ്ട്. അപ്പോൾ അതാ ബസ്സൊക്കെ ബ്ലോക്ക് ഇല്ലല്ലേ. ഇപ്പം ബ്ലോക്ക് ഇല്ലാതെ കഴിച്ചില്ലായി. ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്ക് ഉണ്ടാവലുണ്ട്. പക്ഷെ ഇപ്പം ബ്ലോക്ക് ഇല്ല കേട്ടോ. ഇപ്പം രക്ഷപ്പെട്ടിട്ടുണ്ട്. സുഖല്ലേ? സുഖം. എല്ലാവരും പോട്ടെ. അപ്പോൾ ഏതായാലും പണി പെട്ടെന്ന് തീരട്ടെ അല്ലേ. ഇതിനിടയ്ക്ക് ഞാൻ വന്ന് ലൈവൊക്കെ ഇടുമ്പോൾ ഇവിടെ ഇങ്ങനെ പണിയൊക്കെ ഇത്ര ഒന്നും ആയിട്ടില്ലെന്നു. ഓരോ ലൈവ് എടുത്ത് നോക്കിയാലേ അറിയാം. ഞാൻ ഓരോ ആഴ്ചക്ക് ഇവിടെ വന്ന് ലൈവ് ഇടുന്നതാണ്. കുറേ പേര് ഇതൊക്കെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ കുറേ പേര് ചോദിച്ചവർക്കുള്ളൊരു മറുപടിയാണ്. കൂരിയാട് ദേശീയപാതന്റെ പാലത്തിന്റെ പണി അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതാ ഫില്ലറിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ഏകദേശം സെറ്റപ്പൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അങ്ങ് തലക്കേക്ക് നോക്കിയാൽ കാണാം കണ്ടോ. ഫില്ലർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പണി സ്പീഡായിക്കോളുന്ന വിശ്വാസമുണ്ട്. അപ്പം ലൈക്കും ഷെയറൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവരിലേക്ക് എത്തിച്ചു നോക്കി. ചില ആളുകൾ ചോദിച്ചതിനുള്ള മറുപടിയാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി, ഈ ബ്ലോക്ക് പെട്ടിട്ടുള്ള അനുഭവം ഉള്ളവരുണ്ടോ? പിന്നെ ഇതാ നല്ലൊരു നാഷണൽ ഹൈവേന്റെ ഒരു ബസ് സ്റ്റോപ്പും ഇവിടെ ഉണ്ട് കേട്ടോ. ഉണ്ടോ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരുടെ ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. ഏതായാലും ഇപ്പോഴൊക്കെ കുഴപ്പമില്ലാണ്ട് ബ്ലോക്ക് ഇല്ലാണ്ട് ഇങ്ങനെ പോവാം കണ്ടോ. എല്ലാ വണ്ടിക്കാർക്കും ബ്ലോക്ക് ഇല്ലാണ്ട് ഇങ്ങനെ പോവാം. കുറച്ചും കൂടിയാണ് കഴിയട്ടെ. സ്കൂളൊക്കെ ഉണ്ട് വിട്ട് ഒന്ന് അല്ലെങ്കിൽ തിരക്ക് വൈകുന്നേരം സമയത്ത് എല്ലാവരും ഫ്രീ ആവുന്ന സമയമാണല്ലോ എന്താ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ, ഹായ് ഷെയറല്ലേ? ഷെയർ. ഇതിൽ വേറെ ഏതെങ്കിലും വല്ല സിനിമാ നടന്മാരും ഉണ്ടോ നോക്കാം, നമ്മള് നടിമാരുണ്ടോ നോക്കാം. ഒരു ലൈവ് കൊടുക്കുകയാണ് പണീന്റെ പുരോഗമനം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഏതായാലും വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാർക്കും ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ട് ലൈവല്ല. പറയാൻ പറ്റില്ല. എത്ര താരങ്ങൾ പോണ ഹൈവേ ആണ് ഇതില്ലേ. എല്ലാവരും എല്ലാ ഡ്രൈവർമാരും നമ്മളെ കാണുമ്പോൾ നോക്കി ചെറുക്കുന്നുണ്ട്. അതന്നെ ഞാൻ എന്താണ് പറയണമെന്ന് നോക്കാവൂ അല്ലേ. അപ്പോൾ ഏതായാലും സന്തോഷം. ഈ ലൈവ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്താൽ കേട്ടോ. വേങ്ങര റോഡ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേങ്ങര റോഡ് അങ്ങോട്ട് കാണിച്ചു തരാലോ. ഇതാ വേങ്ങര റോഡ് അങ്ങോട്ട് കാണിച്ചു തരാം.
വേങ്ങര റോഡിന്റെ ഒക്കെ പണി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ആ ഓക്കെ 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 ഓക്കെ. കണ്ടങ്ങള് അടിപൊളി അല്ലേ? പില്ലറൊക്കെ ഏകദേശം പണി ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അടിയിൽ നിന്ന് പൊങ്ങാളാണ്. ഇത് പൊങ്ങിന് ശേഷം നമുക്കൊരു ലൈവ് ഇടാം. ആരെ കൂരിയാട് റോഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? കൂരിയാടല്ലേ? ഇതാ നമ്മൾ ഓവർ പിടിച്ച് മുത്തേ ഓവർ പിടിച്ചൊക്കെ അടിപൊളി അല്ലേ? കേട്ടോ, നമ്മൾ ഓവർ പിടിച്ച് പൊളിയാണ് കേട്ടോ. ഇതാ കൂരിയാടിക്കില്ല. അപ്പൊ ഇവിടുന്ന് ഈ ഒരു വണ്ടിയൊക്കെ ബ്ലോക്ക് ആവുന്നതിന്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ എന്താ, ഈ ഒരു ഇതിലുള്ള കൂടി, അതായത് പനമ്പുഴ ഭാഗത്തുനിന്നും കക്കാട് ഭാഗത്തുനിന്നൊക്കെ വണ്ടി ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് വേങ്ങര വഴിക്ക് പോകുമ്പോൾ ഇതാ ഈ പാസിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള വണ്ടികൾ സ്ലോ ആക്കേണ്ട ഒരു സാഹചര്യമാണ് കണ്ടോ. ഇതിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ആവുന്നുണ്ടോ, ആ വണ്ടി സ്റ്റോപ്പ് ആയി കണ്ടോ. ഇതുകൊണ്ടാണ് ഇവിടെ ബ്ലോക്ക്. അപ്പോൾ അതേതായാലും പാലത്തിന്റെ പണി തീരുമ്പോൾ ഈ ബ്ലോക്കും അങ്ങോട്ട് തീരും. ഇപ്പം കണ്ടോ, അപ്പോഴും ബ്ലോക്ക് കണ്ടോ, ബ്ലോക്ക് അല്ലേ? അതാണ് അവസ്ഥ. ഓക്കെ, വണ്ടിക്കാരൊക്കെ ഹാപ്പി കേട്ടോ. വണ്ടിക്കാർ നമ്മളെ ലൈവ് കണ്ടപ്പോഴേ ഞാൻ എന്താണ് പറയുന്നത് നോക്കിക്കാണ്. അല്ല, അവർക്കും കൂടി അവരുടെ കുറെ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ വൈകുന്നേരങ്ങളിൽ കാണുന്നതാണ്. ഏത് കുളപ്പുറത്തുനിന്ന് നേരെ കൂരിയാട്ടിലേക്ക് വരുമ്പോഴേ ഫുൾ ബ്ലോക്ക്. ഞാനൊക്കെ 1 മണിക്കൂർ വരെ ബ്ലോക്ക് പെട്ടിട്ടുണ്ട്. ചുമ്മാ പറയല്ല. വൈകുന്നേരം സമയത്തൊക്കെ ഞാൻ വേറെ വൈകി കൂടിയൊക്കെ പോലാണ്. ഇതിലൂടെയൊന്നും പോരാൻ പറ്റില്ല. കാരണം ഇങ്ങനെ തുന്നിച്ച് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനും പറ്റൂല. അപ്പോൾ ഇത് ആരുടെയും ഒരു കുറ്റമായിട്ട് ഞാൻ പറയല്ല. എന്തായാലും ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം ഉടൻ തന്നെ ഉണ്ടാകും. പാലം പണി ചട്ടപ്പെടാന്ന് തന്നെയാണ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കാഴ്ചകൾ നിങ്ങൾ പല വീഡിയോസുകളും പല സുഹൃത്തുക്കളും ചെയ്തത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ അവിടുത്തെ കുറച്ച് ഭാഗമാണ് ഞങ്ങൾ കാണിച്ചത് കേട്ടോ. മാക്സിമം എന്ത് ചെയ്യുക വെച്ചാൽ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്താൽ പ്രിയപ്പെട്ട ഡ്രൈവർമാരൊക്കെ നമ്മളോട് ഭയങ്കര സപ്പോർട്ട്, അവർക്കൊക്കെ ഒരുപാട് സന്തോഷം. എന്തായാലും പ്രിയപ്പെട്ട പ്രവാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ലൈവ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇപ്പം എന്തായി പണി നിലവിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു മറുപടി കൂടിയാണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ, മാക്സിമം ലൈവ് ഷെയർ ചെയ്തേക്ക്. വീണ്ടും പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളിലേക്ക് ഇങ്ങനെ എത്തിക്കാം. നമ്മളെ ലൈവ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദി. തെറി പറയുന്നവരോടും ഒരുപാട് സ്നേഹം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി കാണിക്കാം. ഉണ്ടോ എറണാകുളത്തേക്കുള്ള KSRTC ബസ്. ആ ഡ്രൈവർ ഒന്ന് ചിരിക്കൂലേ? ചിരിച്ചു. ഇല്ല അവിടെ തീരുമാനമായിട്ടില്ല. ബ്ലോക്ക് മാറിയിട്ടില്ല മക്കളെ. ബ്ലോക്ക് മാറാൻ കുറച്ച് സമയം എടുക്കും. കുറച്ച് ആ പാലപ്പണി തീരാണ്ട് ബ്ലോക്ക് തീരൂല കേട്ടോ, അത് ഉറപ്പാണ്. അപ്പൊ ഏതായാലും കാത്തിരുന്നോളി. കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്കൊക്കെ മാറിയിട്ട് സുഖസുന്ദരമായിട്ട് പോവാം. അതെ, ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഫുൾ ബ്ലോക്ക് തന്നെയാണ്. ഈ പണി 6 മാസം കൊണ്ട് തീരുമോ? തീരൂല. സാറില്ല, എന്ത് ചെയ്യാൻ, നമ്മള് പാലത്തിന് പണിയായി പോയില്ലേ അല്ലേ? അപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ബ്ലോക്ക് ആവും എന്നാണ് ഇവിടെ പ്രിയപ്പെട്ട ചേട്ടൻ പറഞ്ഞ കേട്ടോ. മൂപ്പര് ഈ നാട്ടുകാരനാണ് ഇവിടെ അല്ലേ ചേട്ടാ? അല്ലേ? ആ, അപ്പൊ എന്നാലും ഇതിന്റെ പരിഹാരം റോഡ് പണിയുടെ പാലത്തിന്റെ പണിയുടെ കഴിഞ്ഞാൽ പൊളിച്ചില്ലേ അല്ലേ? പിന്നെ നമ്മൾ ആവശ്യക്കാർ മാത്രം സർവീസ് റോഡ് പണിയിൽ പോരും. ബാക്കി ഓലാണ്ട് പൊയ്ക്കോളും. നിലം തൊടാതെ പറന്നോളും. ഓലാണ്ട് പറക്കട്ടെ. അതെ. ആ, അതാ ഇവിടെ ശരിക്കും ട്രാഫിക്കിന് ഒരാൾ വേണല്ലേ? ശരിക്കും ഇവിടെ ട്രാഫിക്കിന് ഒരാളുണ്ടെങ്കിൽ നിയന്ത്രിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പീഡാവും. അതില്ലാത്തതുകൊണ്ടാണ്. പിന്നെ എല്ലാവരും പറഞ്ഞ കാര്യമില്ല, അവർക്ക് വേറെ ഡ്യൂട്ടി ഉണ്ടാവും ചിലപ്പോൾ പോലീസുകാർക്ക്. പക്ഷെ ഇതും ഒരു ഭാഗമാണ് എന്നുള്ളത് തന്നെയാണ്. ആവശ്യമാണ്. ഇവിടെ ഒരു ട്രാഫിക്കായിട്ടൊരു പോലീസുകാർ ആവശ്യമാണ് നമുക്ക് പറഞ്ഞിട്ടോ. ഓക്കെ, അപ്പൊ ഏതായാലും മലപ്പുറം ജില്ലയിലെ നമ്മുടെ കൂരിയാട് ദേശീയപാത തകർന്ന ശേഷമുള്ള പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഒരു 5-6 മാസം കൊണ്ടൊന്നും പണി തീരൂല എന്നാണ് ഇപ്പൊ ആ ചേട്ടൻ പറഞ്ഞത്. ഏതായാലും നമ്മൾ കാത്തിരുന്ന് കാണാം 6 മാസം കൊണ്ട് തീരുമെന്നുള്ളത്. ഏതായാലും ഇവിടെ 2 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീരമായിട്ടുള്ള ബ്ലോക്ക് ആവും കുളപ്പുറത്ത് നിന്ന് കൂരുകാട്ടിലേക്ക് വരുന്ന ഈ ഒരു സർവീസ് റോഡിൽ ഉണ്ടാവുക. അപ്പൊ ഏതായാലും ആ ബ്ലോക്കിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ നിലവിൽ ഇവിടെ ഒരു ട്രാഫിക്കായിട്ട് ഇവിടെ ആളുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ആളുകളെ കുറച്ച് വണ്ടിക്കാരെ ഇവിടുന്ന് കയറ്റി വിടുക, അങ്ങോട്ട് വിടുക, കുറച്ച് ഇവിടുന്ന് കയറ്റി വിടുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ബ്ലോക്ക് ഒഴിവായി പോയി കിട്ടും. പക്ഷെ അത്തരത്തിലൊരു സംവിധാനം ഇവിടെ ഇല്ലാന്നാണ് ഇവിടെ നാട്ടുകാർ പറയണത്. ഇനി ഇടയ്ക്ക് പോലീസിന്റെ ഭാഗത്തു നിന്ന് അവരുടെ സഹായങ്ങൾ ഇവിടെ ഉണ്ടാവാറുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ പറയട്ടോ, എന്നോട് പറഞ്ഞത് പറയാണ്. ഏതായാലും ഈ ബ്ലോക്ക് ഇല്ലാണ്ട് എല്ലാവരും ആവശ്യത്തിന് അവരുടെ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് യാത്രകൾ എത്തിപ്പെടട്ടെ യാത്രയിലൂടെ കേട്ടോ. ഓക്കെ, ബ്ലോക്ക് തുടങ്ങാനായിട്ടുണ്ട്. ബ്ലോക്ക് ഇപ്പൊ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, സാരല്ല, ഒക്കെ നമ്മളെ പാലം ഗംഭീരമായിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ബ്ലോക്കല്ലേ. അപ്പൊ അതിനങ്ങനെ കണ്ടാൽ മതി. ഓക്കെ, അതൊരു പരിഭവമായിട്ട് ഞാൻ പറയല്ല. എനിക്കും ബുദ്ധിമുട്ടുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി ഒരുപാട് പേർ പ്രിയപ്പെട്ടവർ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുളപ്പുറം ഭാഗത്തു നിന്നൊക്കെ തിരിഞ്ഞു പോവുക, അല്ലെങ്കിൽ വീക്കപ്പടി ഭാഗത്തുനിന്ന് നമ്മുടെ മമ്പുറം വഴി പോവുക. പാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുരിയാട് കയറാം. ഇനി ഇതിലൂടെ ഇങ്ങനെ വേങ്ങരയ്ക്ക് പോകണവരാണെന്നുണ്ടെങ്കിൽ കുന്നുംപുറം വഴി കടന്നു പോകാം. ഈ ബ്ലോക്കിൽ ചിലപ്പോൾ 1-2 മണിക്കൂർ കൊടുക്കണ്ട വെച്ചിട്ട് പറഞ്ഞാട്ടോ. ഓക്കെ, വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ലൈവിൽ കാണാം. അതുവരെ ബൈ.